ശ്രീ ടി സി ജോസഫ്, വലിയ രാഷ്ട്രീയ സമരങ്ങളിലേക്ക് പോകേണ്ട ഘട്ടമല്ല ഇത്, ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. അത് സർക്കാരിനെ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുമ്പോഴും പറയുന്നത് BJP ആണ്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളി നമുക്കൊപ്പം ചേരും. കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം വയനാട്ടിൽ മാത്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിനപ്പുറത്തേക്ക് എന്താണ് കോൺഗ്രസ് പറയുക എന്നറിയുകയില്ല. അങ്ങനെ ഒരു സാവകാശം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്, അങ്ങനെയാണോ നിങ്ങൾ കണക്കാക്കുന്നത്? സത്യത്തിൽ സർക്കാർ നൽകുന്ന ഈ ഉറപ്പുണ്ടല്ലോ, മന്ത്രി ആ വീട്ടിൽ വന്ന് കൊടുത്തിട്ട് പോയൊരു ഉറപ്പ്, വയനാട്ടുകാരത് വിശ്വസിക്കുന്നുണ്ടോ? പറയാനുള്ളത്, എനിക്ക് സഹതാപത്തോന്നും ഇവിടുത്തെ ചർച്ചകൾ കേൾക്കുമ്പോൾ കഴിഞ്ഞ 45 വർഷമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് വയനാട്ടുകാർക്ക്. 1980 മുതൽ 2025 ആകുമ്പോഴത്തേക്ക് 158 ആൾക്കാർ, നമ്മുടെ രാധ കൊല്ലപ്പെടുമ്പോൾ 158 ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 8 ആൾക്കാർ കടുവകളാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? ഇവിടെ ഭരണം മാറി മാറി വന്നിട്ടുണ്ടല്ലോ, പരിഹാരം കണ്ടെത്തണ്ടേ? ഇതിന് ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി ചെയ്ത് തിരിഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനപ്പുറമായി കൂട്ടായ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തപ്പെട്ട് കഴിയണം. എന്താണ് കടുവയുടെ പ്രശ്നം? 2010 ടൈഗർ കൺസർവേഷൻ ആക്ട് വരുന്നത്, അന്തർദേശീയ തലത്തിലുള്ള ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിലിവിടെ കേന്ദ്രത്തിൽ പല നിയമങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട, വൈൽഡ് ലൈഫ് ആക്ട് വായിച്ചാൽ മനസ്സിലാവും. 22 ഒന്നിലധികം മനുഷ്യനെ വന്യമൃഗങ്ങൾ കൊല്ലുകയോ നിരന്തരം ഭീഷണിയാവുകയോ ചെയ്യുകയാണെങ്കിൽ ഉപാധികളോടെ കൊല്ലാം എന്നുള്ള ഒരാക്ട് പറയുന്നുണ്ട്. 3-4 ഷെഡ്യൂളിൽപ്പെട്ട മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയോ കൃഷി നശിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉപാധികളോടെ കൊല്ലാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് മുഴുവൻ മൃഗങ്ങളെ കൊണ്ടുവരുമെന്നല്ല ഞങ്ങൾ പറയുന്നത്, പരിഹാരം കണ്ടെത്തണം. ഇപ്പൊ എന്താ സ്ഥിതി? ഈ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് സംസാരിക്കുന്നുണ്ടല്ലോ, 5 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. കുരങ്ങൾക്ക് 5ാമത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പന്നി ആദ്യ ക്ഷുദ്രജീവിയിലായിരുന്നു. അതിലിപ്പോ 1ാമത്തെ ഷെഡ്യൂൾ കൊടുത്തത് എല്ലാത്തിനും ഒറ്റ ഷെഡ്യൂളാണ്. ഒരു കുരങ്ങിനെ പരിക്കേൽപ്പിക്കുകയോ അതിനെ കൊല്ലുകയോ 7 വർഷം മനുഷ്യന് തടവാണ്. ഇത് മാറ്റണ്ടേ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊന്നെടുക്കണമെന്നല്ല പറയുന്നത്, മൃഗങ്ങളെ കൊന്നെടുക്കണമെന്ന് പറഞ്ഞത്. ഇതിൽ ചെയ്യേണ്ടതാണ്, കടുവകൾ കാടിറങ്ങുന്നപ്പോഴാണ്. കടുവകൾ കാടിന് ആവശ്യമാണ്. ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും വംശത്തെ നിയന്ത്രിക്കുന്ന കടുവകളാണ്. കാടിന് ആവശ്യമാണ്. കാട് ഇറങ്ങുന്ന സമയത്ത് മനുഷ്യ ഉപദ്രവമാകുമ്പോഴാണ് ഇത്തരം വിഷയം ഉണ്ടാകുന്നത്. അതിനെന്ത് ചെയ്യണം? കടുവകൾ പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ പ്രായാധികം കൊണ്ട് കാട്ടിനെ നിലനിടാൻ കഴിയാത്ത സമയത്താണ് പുറത്തിറക്കുന്നത്. അങ്ങനെ കടുവയുടെ സമീപനം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണം ഏർപ്പെടുത്തി ആ കടുവ പ്രായത്തിരിക്കുന്നതോ പരിക്കേറ്റതാണെങ്കിൽ അതിനെ മയക്കുപിടിച്ച് പിടിച്ച് അതിനെ സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. വെടിവെച്ച് കൊല്ലണം എന്നല്ല പറയുന്നത്, അവസാന ഘട്ടത്തിലാണ് വെടിവെച്ച് കൊല്ലുന്നത്. എന്തുകൊണ്ട് വയനാട്ടിലെ പല സ്ഥലങ്ങളിലും കടുവകൾ അല്ല, അത് വെടിവെച്ച് കൊല്ലണ്ട, പക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധം വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയല്ലേ ശ്രീ ടി സി ജോസഫ്? അതിന് താങ്കൾ അതല്ലാത്തൊരു അഭിപ്രായം പറയുന്നത് അത് മനസ്സിലാകുന്നില്ല. അല്ല, ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ രാധ കൊല്ലപ്പെടില്ലായിരുന്നു ഞാൻ പറഞ്ഞത്. നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രാധ കൊല്ലപ്പെടുന്നത്. പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടത്ര നിരീക്ഷണം നടത്തി പിടിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല, മയക്കുവെടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തിരുനെല്ലി പഞ്ചായത്ത് അനുഭവിച്ചിരിക്കണം. ഞാൻ അതാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള കടുവയെ പിടിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമാണ്. മനുഷ്യൻ കോടതിയുണ്ട്, ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, നമ്മൾ കുറ്റവാളികളെ തൂക്കിക്കൊല്ലാറുണ്ട്, ആരും അതിനെ എതിർക്കുന്നില്ലല്ലോ. എന്നുപോലെ മൃഗങ്ങളുടെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്ന് പരിശോധിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. മറ്റു വിഷയം എന്താണ്? കൃഷിക്കാരുടെ ഞങ്ങളുടെ വിലാപം എന്താണ്? ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം വെല്ലുവിളിക്കാൻ ചെയ്യുന്നത്. ദയവായി ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഈ വിഷയങ്ങൾ ഒന്നായി ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുകയും കേന്ദ്രത്തിനെ സമീപിക്കേണ്ടത് കൂട്ടായി കേന്ദ്രത്തിനെ സമീപിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനാണ് വേണ്ടെന്നൊരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് 555ഓളം നാഷണൽ സാങ്ച്വറികളും 157 നാഷണൽ പാർക്കുകളും 75 കടുവാ സങ്കേതങ്ങളുണ്ട്. അതിനകത്ത് കടുവാ സങ്കേതത്തിന് 75%, നാഷണൽ പാർക്കുകൾക്ക് 60%, സാങ്ച്വറിക്ക് 50% ഫണ്ട് നൽകേണ്ടതാണ് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ ഇപ്പം ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇവിടെ ഇപ്പം ക്യാമ്പായിരുന്നു കോമ്പൻസേറ്ററി അഫോർസ്റ്റേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 10,000 കോടിയിൽ കൂടുതൽ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കാണ് ചെയ്യുന്നത്. ഒരു പൈസ പോലും അതിന് കൊടുക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറാവുന്നില്ല. അത് സംസ്ഥാനങ്ങൾ കൊടുക്കണ്ടേ, പരിഹാരം കണ്ടെത്തണ്ടേ? പിന്നെ മറ്റൊന്ന്, ഷോക്ക് ഫെൻസിംഗ് കൊണ്ടൊന്നും കടുവകളെ തടയാൻ വേണ്ടി കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കടുവ എന്ന് പറയുന്ന ജീവി നിലത്തോട് ചേർന്ന് നടക്കുന്നതാണ്. പരമാവധി 2 അടി 3 അടി ഉയരമുള്ളൂ. ഇപ്പൊ കൊടുക്കുന്ന ഷോക്ക് ഫെൻസിംഗ് കടുവയ്ക്ക് പ്രായോഗിക കടുവയിലൂടെ ചാടിക്കിടക്കും. ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, കടുവയുടെ സാമീപ്യം മനസ്സിലാക്കി അതിനെ മുൻകൂട്ടി കണ്ട് പിടിച്ച് അതിനെ കൂട്ടിടുകയല്ല ചെയ്യേണ്ടത്. 10-100 ചതുരശ്ര മീറ്റർ വരുന്ന ടെറിട്ടറി ഉണ്ടാക്കി അതിനകത്ത് സംരക്ഷിക്കപ്പെടണം.
അതിനകത്ത് നാട്ടിൽ അറിഞ്ഞിടക്കുന്ന നായ്ക്കളുണ്ട്, അതിനെ പിടിച്ചു കൊടുത്തുകൂടെ, ഭക്ഷണം കൊടുത്തുകൂടെ? എത്രയോ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, ആ പന്നികളെ അവർക്ക് കൊടുത്തുകൂടെ? എന്തൊരു വികലമായ തീരുമാനങ്ങളും നയങ്ങളും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ ശ്രീ ടി സി ജോസഫ്, ഞാൻ തിരികെ എത്താം.